മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. യേശുവിൽ പ്രിയമുള്ളവരെ, ഇത് കർത്താവ് ഒരുക്കിയ ദിനമാണ്. ദൈവം നൽകുന്ന ദാനമാണ് ഈ പ്രഭാതവും ഈ ദിനവും. ദൈവത്തിൻ്റെ വലിയ കാരുണ്യത്തെ, സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് തമ്പുരാന് നന്ദി പറഞ്ഞ് ഈ പ്രഭാതത്തെ, ഈ ദിനത്തെ നമുക്ക് വരവേൽക്കാം. പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന ഒരു ദിനം, അത് പ്രാർത്ഥനയോടെ തമ്പുരാന് നന്ദി പറഞ്ഞ് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി അതിനെ പൂർണ്ണതയിലെത്തിക്കാൻ നമുക്ക് സാധിക്കും. പലപ്പോഴും പ്രാർത്ഥനയില്ലാതെ ആരംഭിക്കുന്ന ദിനങ്ങളാണ് പലപ്പോഴും അവസാനമാകുമ്പോൾ ഭാരമായി, ദുഃഖമായി, നിരാശയായി, സങ്കടത്തോടെ ആ ദിവസത്തിൻ്റെ അവസാനം ഉറങ്ങാൻ പോകേണ്ടി വരിക. ഉറക്കം പോലും നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് വരാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു അനുഗ്രഹ ജീവിതം അത് ദൈവത്തിൻ്റെ ദാനമാണ്. ആ ദൈവത്തോട് ചേർന്ന് തമ്പുരാൻ വച്ചു നീട്ടുന്ന കൃപകളെ, ദാനങ്ങളെ, അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞ് ദൈവം കൊടുക്കുന്ന കരുണയാണ് ആ ജീവിതം എന്നത്. അത് തിരിച്ചറിഞ്ഞ് ഈ പ്രഭാതത്തിൽ ദൈവത്തിന് നന്ദി അർപ്പിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ ദിനത്തെ നമുക്ക് സ്വീകരിക്കാം. ഈ ദിനത്തിൽ നമുക്കായിരിക്കാം. പരിശുദ്ധ മറിയമാണ് പ്രഭാത വിരുന്ന് ശുശ്രൂഷയുടെ സ്വർഗീയ മധ്യസ്ഥ. തീർച്ചയായും അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥനകളാണ് ഈ ശുശ്രൂഷയെ ഓരോ പ്രഭാതത്തിലും അനേകായിരങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ശക്തിപ്പെടുത്തുന്നത്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ഈ ശുശ്രൂഷയെയും പൂർണ്ണമായി ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി രാവും പകലും കഠിനാധ്വാനം ചെയ്യുന്ന പ്രേക്ഷിത മക്കളെ ഓരോ പ്രഭാതത്തിലും ത്യാഗത്തോടെ, നിഷ്ഠയോടെ, താല്പര്യത്തോടെ വചനം കേൾക്കാൻ കടന്നു വരുന്ന എല്ലാ മക്കളെയും പ്രത്യേകം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഇതിനും ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്ന തിരുവചനങ്ങൾക്കായി നമ്മുടെ ഹൃദയങ്ങളെ, മനസ്സുകളെ പ്രാർത്ഥനയോടെ ഒരുക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മനസ്സുകളെ, ഹൃദയങ്ങളെ പാകപ്പെടുത്തുമ്പോഴാണ്, ഒരുക്കുമ്പോഴാണ് വചനം നമ്മുടെ ഹൃദയ നിലങ്ങളിൽ ആഴത്തിൽ പതിക്കുക. വചനത്തിന് ഫലം നൽകാനുള്ള തീവ്രമായൊരു ദാഹം നാം എല്ലാവരിലും ഉണ്ടാകുക. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിനോട് ആ വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ പ്രിയ പരിശുദ്ധാത്മാവെ, ഈ പ്രഭാതത്തിൽ ഞങ്ങളൊന്ന് ചേർന്നങ്ങി ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ കേൾക്കാൻ പോകുന്ന വചനങ്ങൾക്കായി ഞങ്ങളുടെ ഹൃദയ നിലങ്ങളെ നീ പാകപ്പെടുത്തണമേ. ഒരു കർഷകൻ എപ്രകാരമാണോ താൻ കൃഷി ആരംഭിക്കാൻ പോകുന്നതിന് മുന്നോടിയായി, മുന്നൊരുക്കമായി ഒരു ഭൂമിയെ ഒരുക്കുന്നത്, അതുപോലെ ദൈവമേ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ഹൃദയ നിലങ്ങളെ നീ ഒരുക്കണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ പ്രത്യേക നിയോഗമായി നമുക്കെല്ലാ ക്യാൻസർ രോഗികളെയും പ്രത്യേകം സമർപ്പിക്കാം. ക്യാൻസർ രോഗം എന്നത് അനേക മക്കളുടെ ജീവിതത്തിലെ ഒരു വലിയ ഉത്കണ്ഠയ്ക്ക്, ആകുലതയ്ക്ക് വിഷയമാണ്. ആ രോഗം വന്നു എന്നറിയുമ്പോൾ തന്നെ മാനസികമായി തകർന്നു പോകുന്ന ഒരുപാട് മക്കളുണ്ട്. തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ എന്ത് ദൈവം അനുവദിച്ചാലും ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന ആ വലിയ വിശ്വാസത്തിലായിരിക്കാൻ, കർത്താവ് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നവനാണെന്നുള്ള
ആ വലിയ ദൈവിക ബോധ്യത്തിൽ അതിനെ സ്വീകരിക്കാൻ ദൈവം എല്ലാ രോഗികൾക്കും കൃപ നൽകണമേ എന്ന് ഈ പ്രഭാതത്തിൽ പ്രത്യേക നിയോഗമായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 2 മുതലുള്ള തിരുവചനങ്ങളാണ് ഇതിനും ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്കും വിചിന്തനത്തിനുമായി നൽകുന്നത്. പ്രാർത്ഥനയോടെ തിരുവചനങ്ങൾക്കായി നമുക്ക് കാതോർക്കാം. സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, കർത്താവിൻ്റെ ആലയം പുനരുദ്ധരിക്കുന്നതിന് സമയമായിട്ടില്ല എന്ന് ഈ ജനം പറയുന്നു. അപ്പോൾ ഹഗ്ഗായി പ്രവാചകൻ വഴി കർത്താവ് അരുൾ ചെയ്തു, ഈ ആലയം തകർന്നു കിടക്കുന്ന ഈ സമയം നിങ്ങൾക്ക് മച്ചിട്ട ഭവനങ്ങളിൽ വസിക്കാനുള്ളതാണോ? അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ. നിങ്ങൾ ഏറെ വിതച്ചു, കുറച്ച് മാത്രം കൊയ്തു. നിങ്ങൾ ഭക്ഷിക്കുന്നു, ഒരിക്കലും തൃപ്തരാകുന്നില്ല. നിങ്ങൾ പാനം ചെയ്യുന്നു, തൃപ്തി വരുന്നില്ല. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു, ആർക്കും കുളിര് മാറുന്നില്ല. കൂലി ലഭിക്കുന്നവന് അത് ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിലിടാൻ മാത്രം. സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളുടെ ഈ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ. നിങ്ങൾ മലയിൽ ചെന്ന് തടി കൊണ്ടുവന്ന് ആലയം പണിയുവിൻ. ഞാൻ അതിൽ സംപ്രീതനാകും, മഹത്വത്തോടെ ഞാൻ അതിൽ പ്രത്യക്ഷനാകും. കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങൾ ഏറെ തേടി ലഭിച്ചതോ അല്പം മാത്രം. നിങ്ങളത് വീട്ടിലേക്ക് കൊണ്ടുവന്നു, ഞാനത് ഊതിപ്പറത്തി. എന്തുകൊണ്ട്? സൈന്യങ്ങളുടെ കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾ ഓരോരുത്തരും തൻ്റെ ഭവനത്തെ പ്രതി വ്യഗ്രത കാട്ടുമ്പോൾ എൻ്റെ ആലയം തകർന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ. അതുകൊണ്ട് ആകാശം നിങ്ങൾക്ക് വേണ്ടി മഞ്ഞ് പെയ്യ്ക്കുന്നില്ല, ഭൂമി വിളവ് നൽകുന്നുമില്ല. ദേശത്തിലും മലകളിലും ധാന്യത്തിലും പുതുവീഞ്ഞിലും എണ്ണയിലും ഭൂമിയിൽ മുളയ്ക്കുന്നവയിലും മനുഷ്യരിലും കന്നുകാലികളിലും അവിടെ അധ്വാനത്തിലും ഞാൻ വരൾച്ച വരുത്തിയിരിക്കുന്നു. യേശുവിൽ പ്രിയമുള്ളവരെ, ഹഗ്ഗായി പ്രവാചകൻ എന്ന ഒരു പ്രവാചകൻ്റെ എഴുതപ്പെട്ട ഒരു കൊച്ചു ഗ്രന്ഥത്തിൽ നിന്നാണ് നമ്മളിന്ന് തിരുവചനങ്ങൾ കേട്ടത്. ഒരുപക്ഷെ ഈ പ്രവാചകൻ്റെ പേര് തന്നെ യെശയ്യാ പ്രവാചകനെ പോലെയോ ജെറമിയായെ പോലെയോ അതല്ലെങ്കിൽ എസെക്കിയേലിനെയോ ദാനിയേലിനെ പോലെയോ ഒന്നും നമ്മളധികം കേട്ടിട്ടുണ്ടാവില്ല. പക്ഷേ വളരെ അർത്ഥപൂർണമായ, നമ്മൾ ചിന്താവിഷയമാക്കേണ്ട, ധ്യാനിക്കേണ്ട മനോഹര വചനങ്ങളാണ് ദൈവം പ്രവാചകനിലൂടെ നമുക്ക് നൽകുന്നത്. ആ വചനത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കേട്ടത്. വചനത്തിൽ കർത്താവ് ചോദിക്കുകയാണ്, ദൈവത്തിൻ്റെ ആലയം പുതുക്കി പണിയാൻ സമയം ഇനിയും ആയിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നു. പക്ഷെ കർത്താവ് ചോദിക്കുകയാണ്, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് മച്ചിട്ട സുരക്ഷിതമായ ഭവനങ്ങളിൽ നിങ്ങൾക്ക് വസിക്കാൻ സാധിക്കുമോ? ദൈവത്തിൻ്റെ ഒരു ചോദ്യമാണ്. പലപ്പോഴും പല ഇടവക ദേവാലയങ്ങളുടെ നവീകരണം, അത് പുതുക്കി പുതിയത് പൊളിച്ച് പണിയൽ, അതിൻ്റെ പുനരുദ്ധാരണം, ഇങ്ങനെയുള്ളതിലൂടെയൊക്കെ കടന്നു പോകാനിട വന്നിട്ടുണ്ട്. ഒരുപാട് ഇടവക ദേവാലയങ്ങളുടെ നിർമ്മാണത്തെ അടുത്ത് മനസ്സിലാക്കാൻ ഇടവക സമൂഹങ്ങളോടൊക്കെ ചേർന്ന് നിൽക്കാൻ ഇട വന്നിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും പല വൈദികരും ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നവർ വലിയ ഭാരത്തോടെ സങ്കടം പങ്കുവയ്ക്കുന്നത് കേൾക്കാനിട വന്നിട്ടുണ്ട്. അതിലൂടെയൊക്കെ പലപ്പോഴും നമ്മൾ വിശ്വാസികളായ ദൈവമക്കളുടെ പലപ്പോഴും മനോഭാവങ്ങളും ഹൃദയ വിചാരങ്ങളൊക്കെ ഏറെ അടുത്തറിയാനിട വന്നിട്ടുണ്ട്. പലപ്പോഴും ഒരു ഇടവകയിൽ ഒരു പുതിയ ദേവാലയം നിർമ്മിക്കാൻ തീരുമാനമൊക്കെ എടുക്കുമ്പോൾ ഒരു പക്ഷേ ഭൂരിഭാഗം പേരും, ഒരു 90% പേരും ആത്മാർത്ഥമായിട്ട് നമ്മളൊരു പുതിയ ദേവാലയം വേണം, നമ്മുടെ ദേവാലയം കാലപ്പഴക്കമായി, അത് ദേവാലയത്തിൽ വരുന്നവരെ ഉൾക്കൊള്ളാൻ അതിന് സ്ഥല സൗകര്യങ്ങളില്ല, ആധുനികമായ രീതിയിലൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങളൊക്കെ നല്ല നല്ല ഭവനങ്ങൾ, വിശാലമായ ഭവനങ്ങൾ, വളരെ മാർബിളിട്ട ഗ്രാനൈറ്റ് വിരിച്ച തറയിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള ഭവനങ്ങളിൽ നമ്മൾ കഴിയുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ നമ്മുടെ ആലയം ഇതിങ്ങനെ കിടന്നാൽ പോരാ, നമുക്ക് പുതുക്കി പണിയണം എന്ന് പൊതുയോഗത്തിലും കമ്മിറ്റിയിലൊക്കെ ചർച്ചയും തീരുമാനം ഉണ്ടാകുമ്പോൾ അതിനെതിരെ
പലപ്പോഴും ഒരു ന്യൂനപക്ഷം, കുറച്ച് പേരായിരിക്കാം, മാറി നിന്ന് ഇപ്പം ഇങ്ങനെ പള്ളി പണിയേണ്ട കാര്യം എന്താ, ഇപ്പോഴത്തെ നമ്മുടെ പള്ളിക്ക് എന്താ കുഴപ്പം, ഈ പള്ളിയൊക്കെ പോരെ, ഇത് പൊളിച്ചു കഴിഞ്ഞ് വെറുതെ നമ്മളിനി ഒരു പുതിയ ദേവാലയം വലിയ ചെലവ് ചെയ്ത് കോടികൾ ചെലവ് ചെയ്ത് പണിയേണ്ട കാര്യമുണ്ടോ, കർത്താവ് പിറന്നത് കാലിത്തൊഴുത്തിലല്ലേ എന്നൊക്കെ പറയുന്ന ഒരുപാട് വിമർശകരെ കേൾക്കാനും കാണാനിട വന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, പലപ്പോഴും ദൈവത്തിൻ്റെ ജീവസുറ്റ വചനം, ദൈവം വചനത്തിലൂടെ വെളിപ്പെടുത്തുന്ന ആ ദൈവത്തിൻ്റെ മനസ്സ് അത് വായിക്കാനും അറിയാനും അറിയാതെ പോകുമ്പോഴാണ് ദൈവമക്കൾക്ക് തെറ്റ് സംഭവിക്കുന്നത്. ഇങ്ങനെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ സമൂഹത്തിൽ, ഇടവക സമൂഹത്തിലൊക്കെ ഉണ്ടാകുക. കർത്താവ് ചോദിക്കുവാണ്, ദൈവത്തിൻ്റെ ആലയം തകർന്ന് തരിപ്പണമായി കിടക്കുമ്പോൾ നിനക്കെങ്ങനെയാണ് സുരക്ഷിതമായി മച്ചിട്ട ഭവനങ്ങളിൽ നിനക്ക് താമസിക്കാനും ഉറങ്ങാനും കഴിയുക? പ്രിയമുള്ളവരെ, കർത്താവ് തിരുവചനത്തിലൂടെ വലിയൊരു സത്യം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഇത് നമ്മൾ നിർമ്മിക്കുന്ന ഒരു ദേവാലയത്തിൻ്റെ മാത്രം കാര്യമല്ല, നമ്മൾ പടുത്തുയർത്തേണ്ട ഒരു ആത്മീയ ഭവനമുണ്ട്, നമ്മുടെ ഒരു ആത്മീയ ജീവിതമുണ്ട്. അതും കൂടെ കാണാനായിട്ട് കർത്താവ് എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നുണ്ട്. ചിലരുണ്ട് രാവും പകലും അധ്വാനിക്കും, കച്ചവടം, അത് രാവിലെ എഴുന്നേറ്റ് കച്ചവടം ഇറങ്ങിത്തിരിക്കും, പാതിരയാകുമ്പോൾ കയറി വരും. സഖ്യവൂസിനെ പോലെയാണ്. അവൻ അതിരാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്ന വഴിയൊക്കെ ചുങ്കം അടയ്ക്കാനായിട്ട് കുറേ പേര് വരും. അതിരാവിലെ അവൻ എഴുന്നേറ്റ് അവൻ ചുങ്കപിരിവ് സ്ഥലത്തേക്ക് പോകും. പാതിരയാകുമ്പോൾ ജോലി കഴിഞ്ഞ് പണി കഴിഞ്ഞ ആളുകൾ കിട്ടിയ കൂലിയിൽ നിന്ന് ചുങ്കം അടയ്ക്കാൻ വരും. അപ്പോഴും അവൻ അവിടെ തന്നെ ചുങ്കപിരിവ് സ്ഥലത്തുണ്ടാകും. പാതിരയാകുമ്പോൾ കയറി വരും. സ്വന്തം മക്കൾക്ക് പോലും സ്വന്തം അപ്പനെ കാണാൻ വയ്യാത്ത അവസ്ഥ. ഇതുപോലുള്ള കച്ചവടം നടത്തുന്ന, ബിസിനസ് ചെയ്യുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ സമൂഹത്തിൽ, ലോകത്തിലുണ്ട്. പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്ന എല്ലാ ദാനങ്ങളിലും ദൈവത്തിന് അവകാശമുണ്ട്. ഇത് സന്തോഷത്തോടെ സ്ഥാപിച്ച് കൊടുക്കുന്ന ഒരുവനാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുക. നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ നമ്മൾ പണിതുയർത്തുന്ന ഒരു ദേവാലയം, അതൊരു വശത്തുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ പടുത്തുയർത്തേണ്ട ഒരു ആത്മീയ ഭവനം, ഒരു ആത്മീയ ജീവിതത്തിൻ്റെ ഭവനം. പലപ്പോഴും നമ്മളിതിനെക്കുറിച്ച് ഒന്നും ബോധവാന്മാരാകാതെ രാവും പകലും കച്ചവടമായി, ജോലിയായി, ധനസമ്പാദന മാർഗങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. ഞായറാഴ്ച വന്നാൽ പോലും പള്ളിയിൽ പോകാൻ നേരമില്ല. അതിനുമാതിരി ജീവിത വ്യഗ്രത, ജീവിത കാര്യങ്ങൾ, നൂറുകൂട്ടം ജീവിതത്തിനെ അസ്വസ്ഥമാക്കുന്ന, ഉത്കണ്ഠപ്പെടുത്തുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് പള്ളിയിൽ പോലും ദൈവാരാധനയ്ക്ക് പോലും പോകാൻ കഴിയാതെ അവനവൻ്റെ ആത്മീയ പടുത്തുയർത്തേണ്ട ആത്മീയ ഭവനത്തെക്കുറിച്ച് അതിനുവേണ്ടി സമയമോ അതിനുവേണ്ടി ത്യാഗങ്ങളോ ഏറ്റെടുക്കാൻ കഴിയാതെ അതിലൊന്നും ശ്രദ്ധയർപ്പിക്കാതെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ മക്കൾ. പ്രിയമുള്ളവരെ, പലപ്പോഴും ഇങ്ങനെയുള്ളവരുടെ ജീവിതം അവസാനം എത്തി നിൽക്കുന്നത് ഈ വചനം പറയുന്നത് പോലെ തന്നെയാണ്. നേരെ ജീവിതങ്ങളെ നോക്കി കാണുവാനായിട്ട് ഇടവന്നതുകൊണ്ടാണ് ഞാൻ ഇപ്രകാരം പറയുന്നത്. പലപ്പോഴും അവർ കുന്നും മലയും താണ്ടി അവർ പലയിടങ്ങളിലും പോയി, വിദേശ രാജ്യങ്ങളിലോ അവിടെ ഇവിടെയൊക്കെ പോയി ശേഖരിച്ച് വീട്ടിൽ കൊണ്ടുവരും. കർത്താവ് പറയാണ്, ഞാൻ അങ്ങ് അത് ഊതി പറത്തും. അവൻ വീട്ടിൽ കൊണ്ടുവരും. ഇത് 4 വഴിക്ക് ചോർന്നൊലിച്ച് പോകുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. ഒരു രോഗം വന്നിട്ടായിരിക്കും അവിടെ ലക്ഷങ്ങൾ പോയി. ഒരു ജീവിതത്തിലൊരു ചുമ്മാ ഒരു പ്രശ്നം വന്നു, ആ പ്രശ്നം തീർക്കാനായിട്ട് ലക്ഷങ്ങൾ ചിലവഴിക്കേണ്ടി വന്നു. ഇതൊക്കെ ഇല്ലാതെ ഒലിച്ചിറങ്ങിപ്പോകാൻ നിസ്സാര സമയം മതി. പ്രിയമുള്ളവരെ, നമ്മളതുകൊണ്ട് തിരിച്ചറിയണം, ദൈവഭവനത്തെക്കുറിച്ചുള്ള, ദേവാലയത്തെക്കുറിച്ചുള്ള തീഷ്ണത നമ്മൾ യേശുവിൻ്റെ ജീവിതത്തെ നോക്കി പഠിക്കണം. യേശു ജെറുസലേം ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു കൂത്തരങ്ങായിരുന്നു, ഒരു കച്ചവട കേന്ദ്രം പോലെ, ഒരു ചന്തസ്ഥലം പോലെയാണ്. ചന്തസ്ഥലം, ഒരു ചന്തയിലേക്ക് ചെന്നാൽ ഒരു കടക്കാരൻ നമ്മെ ഇങ്ങോട്ട് വിളിക്കും, ദേ ഇവിടെ നിന്ന് മേടിക്കും. അപ്പോൾ അടുത്ത കടക്കാരൻ വിളിക്കും. നാണയം മാറ്റാനിരിക്കുന്നവർ അവനെ വിളിക്കുന്നു. പ്രാവ് വിൽപ്പനക്കാർ അവരുടെ അരികിലേക്ക് വിളിക്കുന്നു. ആടിനെ ബലിയർപ്പിക്കാനുള്ള ആടിനെ വിൽക്കാൻ കൊണ്ടുവന്നവർ അത് അവരുടെ അരികിലേക്ക് വിളിക്കുന്നു. ഒരു കൂത്തരങ്ങായിരുന്നു. പ്രിയമുള്ളവർ, ഇത് കാണുമ്പോൾ ഈശോയുടെ മനസ്സിൽ വലിയ അസ്വസ്ഥത. അവൻ്റെ ഉള്ളിൽ അവൻ്റെ മനസ്സ് ദൈവത്തിൻ്റെ ആലയം ഇതുപോലെ ഒരു ചന്ത സ്ഥലം പോലെ ഒരു കൂത്തരങ്ങായി തീർന്നതിനെക്കുറിച്ചുള്ള ആത്മരോക്ഷം ജ്വലിക്കുകയാണ്. ഈശോ പറയാണ്, എൻ്റെ പിതാവിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയും.
ഇത് പറഞ്ഞിട്ട് അവൻ ചാട്ടയെടുക്കുന്നത്. ഇത് പറഞ്ഞിട്ടാണ് അവൻ ദേവാലയത്തിൽ നിന്ന്, അതിൻ്റെ പരിസരങ്ങളിൽ നിന്ന് എല്ലാ കച്ചവടക്കാരെ അവൻ ആട്ടിപ്പുറത്താക്കുന്നത്. ഇതാണ് ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്ന് പറയുക. ഇതിനെക്കുറിച്ച് ഹഗായി പ്രവാചകനിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തുന്നത്. നമ്മുടെ ഇടവക ദേവാലയത്തെക്കുറിച്ച് മാത്രമല്ല, അതിനെക്കുറിച്ചും തീഷ്ണത വേണം. അതിൻ്റെ പരിശുദ്ധിയിൽ സൂക്ഷിക്കാനുള്ള തീഷ്ണത. ഒരു ദേവാലയത്തിൽ കയറി ചെല്ലുമ്പോൾ അതിനുള്ളിൽ എങ്ങനെ വ്യാപരിക്കണം, എങ്ങനെ ആയിരിക്കണമെന്ന് പ്രിയമുള്ളവരെ, ദൈവമക്കൾ എന്ന നിലയിലുള്ള ആഴമേറിയ ബോധ്യം നമുക്കുണ്ടാകണം. പലപ്പോഴും ഇന്ന് ആഘോഷങ്ങൾ വരുമ്പോൾ, കല്യാണങ്ങൾ വരുമ്പോൾ, മാമോദീസ വരുമ്പോൾ ഒരു ചന്തസ്ഥലം പോലെ പലപ്പോഴും ഒരു പ്രാർത്ഥന അരൂപി അന്തരീക്ഷമില്ലാതെ അവിടെയും വർത്തമാനം പറയുന്നവരും പൊട്ടിച്ചിരിക്കുന്നവരൊക്കെയായി നമ്മൾ മാറുമ്പോൾ നമ്മെ കാണുന്നൊരു ദൈവമുണ്ട് എന്ന വിചാരം നമുക്ക് നഷ്ടപ്പെടുകയാണ്. തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. നമുക്ക് ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത വേണം. അതിനോടൊപ്പം തന്നെ നമ്മുടെ ആത്മീയ ജീവിതമാകുന്ന ആത്മീയ ഭവനത്തെക്കുറിച്ചുള്ള തീഷ്ണത വേണം. ഇത് അനുദിന പ്രാർത്ഥനയിൽ, കുദാശ സ്വീകരണത്തിൽ, വചനശ്രവണത്തിൽ ദൈവിക ജ്ഞാനം സ്വീകരിച്ച് ഒരു ആത്മീയ ഭവനത്തെ എൻ്റെ ജീവിതത്തോടൊപ്പം ഞാൻ പടുത്തുയർത്തണം. പ്രിയമുള്ളവരെ, അപ്പോഴാണ് എൻ്റെ ഭൗതിക ഭവനം സുരക്ഷിതമാകുക, എൻ്റെ അധ്വാനങ്ങൾ സുരക്ഷിതമാകുക, എൻ്റെ പരിശ്രമങ്ങൾ അനുഗ്രഹമാകുക. ഞാൻ ശേഖരിച്ച് എൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരുന്നത് എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ മക്കൾക്കും എൻ്റെ തലമുറയ്ക്കുമൊക്കെ അനുഗ്രഹ കാരണമാകാൻ ദൈവമായ കർത്താവ് ഇടവരുത്തുക. ഇല്ലെങ്കിൽ ദൈവം ആലയത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ഊതി പറപ്പിക്കുമെന്നാണ് പറയുക. പ്രിയമുള്ളവരെ, ഇത് വലിയൊരു ആത്മീയ സത്യമാണ്. ഇതൊരു വലിയ ആത്മീയ ബോധ്യമാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഈ വചനം നൽകുന്ന ദൈവിക ബോധ്യങ്ങളെ സ്വീകരിച്ച് ആ ദൈവാലയത്തെക്കുറിച്ച്, ദൈവഭവനത്തെക്കുറിച്ച്, നമ്മുടെ ആത്മീയ ഭവനത്തെക്കുറിച്ച് തീഷ്ണതയുള്ള ദൈവത്തിൻ്റെ മക്കളായി തീരാൻ ദൈവസന്നിധിയിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവായ ദൈവമേ, പ്രഭാതത്തിൽ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. അവിടുത്തെ പുത്രനിലൂടെ അവിടുത്തെ മനസ്സും ഹൃദയവുമാണ് ദൈവമേ ഈ അങ്ങേ മക്കളായി ഞങ്ങൾക്ക് വെളിപ്പെടുത്തി നൽകുന്നത്. ഓ പിതാവായ ദൈവമേ, ആ തിരുവചനങ്ങളിലൂടെ നീ വെളിപ്പെടുത്തുന്ന നിൻ്റെ മനസ്സിനെ തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ, ദൈവാലയത്തെക്കുറിച്ച്, ആത്മീയ ഭവനത്തെക്കുറിച്ച് തീഷ്ണതയുള്ള ദൈവമക്കളായി മാറുവാൻ കർത്താവെ, ഞങ്ങളിലേക്ക് നിൻ്റെ ആത്മകൃപയെ നീ ഒഴുക്കണമേ. കർത്താവായ യേശുവെ, ജെറുസലേം ദേവാലയത്തെക്കുറിച്ചുള്ള തീഷ്ണതയാൽ അവിടുന്ന് ജ്വലിച്ചതുപോലെ ഞങ്ങളും ദേവാലയങ്ങളെക്കുറിച്ചുള്ള, ദൈവത്തിന് സമർപ്പിച്ചിട്ടുള്ള ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള തീഷ്ണതയാൽ ജ്വലിക്കുന്നവരായി മാറുവാൻ കർത്താവെ ഞങ്ങൾക്കും നീ കൃപ നൽകി അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ദൈവികമായ കാഴ്ചയിലേക്ക് ഞങ്ങളെ നയിക്കുന്നത് അവിടെ നിന്നാണല്ലോ. പരിശുദ്ധാത്മാവെ, ദൈവം കാണുന്നത് പോലെ ഞങ്ങളുടെ ആത്മീയ ജീവിതങ്ങളെ കാണുവാൻ തക്കവിധം ഞങ്ങളുടെ ആത്മനയനങ്ങളെ, നേത്രങ്ങളെ പരിശുദ്ധാത്മാവെ നീ തുറന്നു തരണമേ. അമ്മ ദൈവമാതാവേ, അമ്മ ഈ ലോക ജീവിതത്തിൽ ഒരു ആത്മീയ ഭവനം പടുത്തുയർത്തിയവളാണ്. അവസാനം ആത്മീയ ഭവനത്തിൽ രക്ഷകൻ വന്ന് അവതരിക്കുവാൻ, രക്ഷകൻ വന്ന് പിറക്കുവാൻ, രക്ഷകനെ വഹിക്കുവാൻ അമ്മ യോഗ്യയായി തീർന്നു. അമ്മയുടെ മക്കളായ ഞങ്ങളും ഇതുപോലെ ഞങ്ങളുടെ ആത്മീയ ഭവനം അത് ദൈവത്തിന്, ഈശോയ്ക്ക് ഏറ്റവും യോഗ്യമായി ഒരുക്കി നൽകുവാനുള്ള കൃപയ്ക്കായി അമ്മ മാധ്യസ്ഥം നൽകണമേ. സ്വർഗത്തിലായിരിക്കുന്ന വിശുദ്ധരെ, ജീവിത വഴികളിലെന്നും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ പുലർത്തിയ ആ വലിയ തീഷ്ണത, ദേവാലയത്തെക്കുറിച്ച് നിങ്ങൾ പുലർത്തിയ വലിയ തീഷ്ണത ഞങ്ങളുടെ സ്വന്തമാകുവാൻ നീ ഞങ്ങൾക്ക് മാധ്യസ്ഥം തരണമേ. ഞങ്ങളെ കാക്കുന്ന കാവൽ മാലാഖമാരെ, ദൂതരെ, ജീവിത വഴികളിലെന്നും ഞങ്ങളോടൊപ്പമായിരുന്ന ദൈവിക സംരക്ഷണം, പരിപാലനം ഞങ്ങൾക്ക് പ്രത്യേകം ദൈവത്തിൽ നിന്ന് വാങ്ങിത്തരണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.
ജോർദാൻ ജോർദാൻ സ്നേഹത്തിൻ ജോർദാൻ ജോർദാൻ ജീവന്റെ നാഥ ആനന്ദ കുളിരായി ചൊരിയൂ എന്നുള്ളിൽ നീ. ജോർദാൻ സ്നേഹത്തിൻ ജോർദാൻ ജീവന്റെ നാഥ ആനന്ദ കുളിരായി ചൊരിയൂ എന്നുള്ളിൽ നീ. ജോർദാൻ സ്നേഹത്തിൻ ജോർദാൻ ജീവന്റെ നാഥ ആനന്ദ കുളിരായി ചൊരിയൂ എന്നുള്ളിൽ നീ. എന്റെ മനതാരിൽ ആനന്ദമായി വരിക എന്റെ സ്വർഗീയ സൗഭാഗ്യമേ. എന്റെ മനതാരിൽ ആനന്ദമായി വരിക എന്റെ സ്വർഗീയ സൗഭാഗ്യമേ. കാരുണ്യമേ ദിവ്യരൂപ വരദാനമേകുന്ന വാരിതേ. കാരുണ്യമേ ദിവ്യരൂപ വരദാനമേകുന്ന വാരിതേ. സ്നേഹത്തിൻ ജോർദാനു വേണ്ടി കേഴുന്ന വേഴാമ്പലാണു ഞാൻ. ജോർദാൻ സ്നേഹത്തിൻ ജോർദാൻ ജീവന്റെ നാഥ ആനന്ദ കുളിരായി ചൊരിയൂ എന്നുള്ളിൽ നീ. എന്റെ ആത്മാവ് ദാഹിക്കുന്നു നിനക്കു വേണ്ടി ഒരുപാട് ദാഹിക്കുന്നു. എന്റെ ആത്മാവ് ദാഹിക്കുന്നു നിനക്കു വേണ്ടി ഒരുപാട് ദാഹിക്കുന്നു. ജീവജലത്തിൻ്റെ നാഥ ദാഹം ശമിപ്പിച്ചിടേണേ. ജീവജലത്തിൻ്റെ നാഥ ദാഹം ശമിപ്പിച്ചിടേണേ. ഒരു നാളും ദാഹിച്ചിടാതെ ആത്മാവിൽ നീ വന്നു വാഴണേ. ജോർദാൻ സ്നേഹത്തിൻ ജോർദാൻ ജീവന്റെ നാഥ ആനന്ദ കുളിരായി ചൊരിയൂ എന്നുള്ളിൽ നീ. ജോർദാൻ സ്നേഹത്തിൻ ജോർദാൻ ജീവന്റെ നാഥ ആനന്ദ കുളിരായി ചൊരിയൂ എന്നുള്ളിൽ നീ. യേശുവിൽ പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടിവിയുടെ ഈ പ്രഭാത വരുന്ന ശുശ്രൂഷയിൽ ഈശോയുടെ ആശീർവാദ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ലോകമെമ്പാടും ടി വി സ്ക്രീനിന് മുമ്പിലായിരുന്നു വചനം കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടുമായിരിക്കുന്ന ആയിരങ്ങളോട് ചേർന്ന് നമ്മുടെ ഹൃദയങ്ങളെ പ്രാർത്ഥനയിൽ ദൈവത്തിലേക്ക് നമുക്ക് ഉയർത്താം. കത്തോലിക്കാ തിരുസഭയോടും തിരുസഭയെ കാലഘട്ടത്തിൽ നയിക്കാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ ലയോ 14 പാപ്പയോടും കർദ്ദിനാൾമാരോടും മെത്രാന്മാരോടും വൈദികരോടും വിശ്വാസി സമൂഹങ്ങളോടും ചേർന്ന് ഒരു മനസ്സായി ഒരു ഹൃദയമായി നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ മുഴുവൻ ദൈവത്തിലേക്ക് നമുക്ക് ഉയർത്താം. സ്വർഗം നമുക്കായി തുറക്കുന്ന അനുഗ്രഹ നിമിഷങ്ങളാണിത്. ലോകമെമ്പാടും ജീവിതത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങളിൽ ദുഃഖത്തിലും ദുരിതത്തിലും രോഗങ്ങളിലും പീഡനങ്ങളിലും മർദ്ദനങ്ങളിലും നീതിനിഷേധങ്ങളിലൊക്കെ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ എല്ലാ പ്രിയ മക്കളെയും കർത്താവിൻ്റെ അനുഗ്രഹ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടിവിയുടെ പ്രഭാത വിരുന്ന് ശുശ്രൂഷയ്ക്ക് നിങ്ങളേവരും നൽകിക്കൊണ്ടിരിക്കുന്ന വിലയേറിയ പ്രാർത്ഥനകൾക്കും പ്രോത്സാഹനങ്ങൾക്ക് യേശുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്ക് നന്ദി അർപ്പിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരുടെ വിലയേറിയ പ്രാർത്ഥനകളാണ് ഓരോ പ്രഭാതത്തിലും വലിയ അഭിഷേകമായ അനുഗ്രഹമായി അനേകായിരങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ഈ ശുശ്രൂഷയെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി തുടർന്നും നിങ്ങൾ അർപ്പിക്കുന്ന ദിവ്യബലികളിലും ചൊല്ലുന്ന നൊവേന, ജപമാല, പ്രാർത്ഥനകളിലൊക്കെ ഈ ശുശ്രൂഷയെ ഓർക്കണമേ എന്ന് നിങ്ങളേവരോടും യേശുനാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും മരിയും കൂടാരങ്ങളിൽ പ്രേക്ഷിതമൊക്കെ രാപകൽ നിങ്ങളുടെ പ്രാർത്ഥന നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. തക്ക സമയത്ത് നല്ലവനായ ദൈവം നിങ്ങളുടെ ജീവിതകാര്യങ്ങളിൽ ഇടപെട്ട് തൻ്റെ മഹത്വവും കരുണയും നിങ്ങൾക്കായി വെളിപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളേവർക്കും യേശു നാമത്തിൽ നല്ലൊരു ദിനം നേരുന്നു. ആമേൻ.